കൺഫ്യൂസ്ഡ്. എന്താ സാമിന്റെ പ്ലാൻ? സ്പീക്ക് അപ്പ് സാം. എനിക്ക് നിന്നെ വേണ്ട, എന്റെ കുഞ്ഞിനെ വേണ്ട, പിന്നെ ഹരിയുടെ സ്വത്തും വേണ്ട. അനുരാധ, നീ കൺഫ്യൂഷനിലാണ്. ഭർത്താവിന്റെ രോഗത്തിനും ജാരന്റെ ഗർഭത്തിനും ഇടയിലുള്ള വീർപ്പുമുട്ടലിൽ. വേർ ആർ യു ഹെഡിങ് ടു? എനിക്ക് തീരെ സുഖമില്ല. നല്ല പെയിൻ. ഒന്നിവിടെ വരെ വരൂ. സ്വയം വരുത്തി വെച്ചതല്ലേ, തന്നെത്താനങ്ങ് അനുഭവിച്ചോ? ഹലോ. മാതാവേ, ഞാൻ പേയൊന്നും ചെയ്തില്ലല്ലോ. എന്നെ കൈവിടല്ലേ. സിസ്റ്ററെ, ഡോക്ടർ, എനിക്ക് എന്താ എന്തു പറ്റി? പെട്ടെന്ന് ഭയങ്കര വേദന. ഞാൻ വരാം അങ്ങോട്ട്. വേണ്ട, ഞാനിപ്പം കാറില്ല. ഞാനിങ്ങോട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കോളാം. ഹലോ ഹലോ സിസ്റ്റർ. ഡോക്ടർ, ഫ്ലൂയിഡ് ലീക്ക് ആയിട്ടുണ്ട്. ഡോക്ടർ, എനിക്ക് എന്താ ഒരപേക്ഷയുണ്ട് ഡോക്ടർ. ജീവിച്ച ഞങ്ങൾ രണ്ടുപേരും, മറിച്ചെന്തെങ്കിലും സംഭവിച്ച അതും അങ്ങനെ മതി. ഒന്നും സംഭവിക്കില്ല.
പൊക്കിൾക്കൊടിയിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ വേർപെടുത്തുമ്പോൾ ഭൂമിയിലും സ്വർഗത്തിലും മാലാഖമാരുടെ വിശുദ്ധ വചനങ്ങളുടെ അശരീരി അവർ കേട്ടിരിക്കാം. അനന്തരം ചെമ്മരിയാടിൻ പറ്റങ്ങളുടെ താഴ്വാരം പോലെ വിശാലമായ ഹൃദയത്തിൽ നിന്നും അവർ മെല്ലെ തൻ്റെ കുഞ്ഞിനെ വിളിച്ചു. സാമുവൽ, കർത്താവിനോട് ചോദിച്ചു വാങ്ങിയവൻ. മൂപ്പരിപ്പോ വിളിക്കാറൊന്നുമില്ലല്ലോ. അല്ല, വിളിച്ചാൽ തന്നെ എന്നോട് പറഞ്ഞാൽ മതി. ആ എന്നിട്ട് ഒരു 100 രൂപ എടുത്തേ. എന്തിനാ? ആ സിസ്റ്ററെ പ്രസവിച്ചു. അന്ന് വച്ച പന്തയെ നീ മറന്നോ? കുട്ടിയെ ആണാ? ആഹാ, എന്നാലും ഇതെങ്ങനെ കൃത്യമായി പറയുന്നു? എടാ, ഒരു ഗർഭിണിയുടെ വയറ് കണ്ടാൽ ഞാൻ കൃത്യമായിട്ട് പറയും അതാണാണോ പെണ്ണാണോ എന്ന്. ഇനി ഈ ഗർഭത്തിന് പറ്റുണ്ടോ? ബെറ്റ്. ആ? ബാ. ബാ. ഈ സിസ്റ്റർ ഒരു സംഭവം തന്നെയാ. ആ. ശ്വേതാമേനോൻ പ്രസവിച്ചപ്പോൾ പോലെ ഇത്രയ്ക്ക് ബുക്കിലുണ്ടായിട്ടില്ല അല്ലേ? കണ്ടു, സിസ്റ്ററിന്റെ പ്രസവ വാർത്തയായിരിക്കും ഇന്നത്തെ ബ്രേക്കിംഗ് ആ, ന്യൂസ്. ആ, ആ, ആ. വിവാദങ്ങൾക്കും ആശങ്കകൾക്കും ഒടുവിൽ മുൻപ് കന്യാസ്ത്രീയായിരുന്ന ജാസ്മിൻ ജെനിഫർ പ്രസവിച്ചു. ഇന്ന് പുലർച്ചെ 4:30 ജനനം. ഇപ്പോൾ നമ്മോടൊപ്പം പ്രതികരിക്കാൻ ജാസ്മിൻ ജെനിഫറിന്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടെയുണ്ട്. പറയൂ സാർ, എങ്ങനെ കാണുന്നു ഈ പ്രസവത്തെ? പ്രസവം പ്രശ്നം തന്നെ. കാരണം എല്ലാ കാര്യത്തിലും പണ്ട് മുതലേ അവൾ തനിച്ചായിരുന്നു തീരുമാനമെടുത്തിരുന്നത്. അന്ന് ഞങ്ങളൊരു കല്യാണത്തിന് നിർബന്ധിച്ചപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് കർത്താവിൻ്റെ മണവാട്ടിയാകണമെന്ന്. അങ്ങനെ കന്യാസ്ത്രീയായി. പിന്നെ പറഞ്ഞു ആ കന്യാസ്ത്രീ വേഷം ഉപേക്ഷിച്ച് അവൾക്കൊരു കുഞ്ഞിന് ജന്മം നൽകണമെന്ന്. ഇപ്പോൾ രാത്രി തനിച്ച് കാറോടിച്ചു വന്ന് പ്രസവിച്ചു എന്ന് കേട്ടു. എതിർപ്പുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ എത്ര എതിർപ്പുകൾ ഉണ്ടായിരുന്നാലും ഇത്തരം ഒരു ഘട്ടത്തിൽ സഹായിക്കാൻ ഞങ്ങളുണ്ടാകുമായിരുന്നല്ലോ. ആ, എല്ലാം തന്നിഷ്ടം, അല്ലാതെ എന്താ പറയാ. ക്യാമറ എടുക്കുവാ. ഡോക്ടർ, ജാസ്മിൻ ജെനിഫർ പ്രസവിച്ചെന്നറിഞ്ഞു. ഞങ്ങൾക്ക് അവരുടെ വിഷ്വൽസ് എടുക്കാൻ കഴിയുമോ? സോറി, ഇപ്പൊ ബുദ്ധിമുട്ടാ. കാരണം അമ്മയും കുഞ്ഞും പ്രസവ ശേഷമുള്ള ഒബ്സർവേഷനില്ല. നിങ്ങൾക്കൊരു 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. എന്നിട്ട് അവർക്കൂടെ സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. കാരണം ഈ പ്രസവവും അതിനുശേഷമുള്ള പ്രദർശനമൊക്കെ അവരുടെ മാത്രം സ്വകാര്യമായിട്ട് തീരുമാനങ്ങളാണ്. ഐ ഹാവ് ലിമിറ്റേഷൻസ്. ഓക്കെ.